ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്പോക്കൺ വോളിയൂംസ്. ഇന്ന് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഷെർലക് ഹോംസ് കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഷെർലക് ഹോംസ് പരമ്പരയിൽ ഏറെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കഥയാണ് ദ അഡ്വഞ്ചർ ഓഫ് ബ്ലൂ കാർബങ്കിൾ, അഥവാ മലയാളത്തിൽ നീല നിറത്തിലുള്ള മാണിക്യം. ഒരു ക്രിസ്മസ് രാത്രിയിൽ ഒരാൾക്ക് വഴിയരികിൽ നിന്ന് ഒരു താറാവിനെ ലഭിക്കുന്നു. ഭക്ഷണമുണ്ടാക്കാനായി അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയ അയാൾ അതിന്റെ വയർ മുറിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞതോ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു മാണിക്യം. ഒരു സാധാരണക്കാരന്റെ കയ്യിൽ ഒരിക്കലും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു മാണിക്യം. അതെങ്ങനെ ഒരു താറാവിന്റെ വയറ്റിൽ വന്നു? ഈ ചോദ്യത്തിന്റെ ഉത്തരവും ആ ഉത്തരത്തിലേക്ക് എത്തിപ്പെടാനായി ഷെർലക് ഹോംസ് നടത്തുന്ന യാത്രയിൽ അദ്ദേഹം കണ്ടെത്തുന്ന ദുരൂഹമായ ചില സംഭവങ്ങളും അടങ്ങിയതാണ് ദ അഡ്വഞ്ചർ ഓഫ് ബ്ലൂ കാർബങ്കിൾ എന്ന ഈ ഷെർലക് ഹോംസ് കഥ. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. ക്രിസ്മസ് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം. അന്ന് രാവിലെ ഷെർലക് ഹോംസിനെ കണ്ട് പുതുവത്സരാശംസകൾ അർപ്പിക്കാനായി ഷെർലക് ഹോംസിന്റെ വീട്ടിലേക്ക് വരികയാണ് വാട്സൺ. അവിടെ എത്തിയപ്പോൾ വാട്സൺ കാണുന്നതോ തന്റെ സോഫയിൽ ഇരുന്നു കൊണ്ട് പഴകി ദ്രവിച്ച ഒരു തൊപ്പി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് സുഹൃത്തായ ഷെർലക് ഹോംസ്. ഇത്ര കാര്യമായി ഹോംസ് അതിനെ നിരീക്ഷിക്കുന്നത് കണ്ടപ്പോൾ വാട്സൺ വിചാരിച്ചു, എന്തോ വലിയ ക്രൈം എവിടെയോ സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ എന്തെങ്കിലും തെളിവായി ആരെങ്കിലും കൊണ്ടു കൊടുത്തതായിരിക്കും ഈ തൊപ്പി. ഈ സംശയം വാട്സൺ ഹോംസിനോട് ചോദിച്ചപ്പോൾ ഹോംസ് പറഞ്ഞത്, ഇതങ്ങനെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല, ഇത് നമ്മുടെ പോലീസ് ഓഫീസർ പീറ്റേഴ്സൺ എന്നെ ഏൽപ്പിച്ച ഒരു തൊപ്പിയാണ്. പക്ഷേ ഇത് അയാളുടെ സ്വന്തം തൊപ്പിയൊന്നുമല്ല കേട്ടോ, ഉടമസ്ഥൻ ആരാണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. വളരെ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ് ഈ പീറ്റേഴ്സൺ. അദ്ദേഹം ക്രിസ്മസ് ദിവസം രാവിലെ റോഡിലൂടെ പോകുന്ന സമയത്ത് തന്റെ മുമ്പിലായി വളരെ ഉയരം കൂടിയ ഒരു മനുഷ്യൻ കയ്യിലൊരു താറാവുമായി നടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ ഗുഡ്ജി സ്ട്രീറ്റിന്റെ അടുക്കലെത്തിയ ഈ മനുഷ്യൻ അവിടെ നിന്ന് കുറച്ച് വഴക്കാളി കുട്ടികളുമായിട്ട് എന്തൊക്കെയോ കാര്യത്തിനായി വഴക്കുണ്ടാക്കുന്നു. ഇത് കണ്ട ഓഫീസർ പീറ്റേഴ്സൺ ഇയാളെ സഹായിക്കാനായി നേരെ അവരുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. എന്നാൽ യൂണിഫോം ഇട്ട ഒരാൾ തന്റെ നേരെ ഓടി വരുന്നത് കണ്ട ഈ മനുഷ്യനാകട്ടെ തന്റെ തൊപ്പിയും കയ്യിലുണ്ടായിരുന്ന താറാവും ഒക്കെ റോഡിൽ ഉപേക്ഷിച്ച ശേഷം അവിടെ നിന്നും ഓടി മറയുകയാണ് ചെയ്തത്. ആ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ആളുകളും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ അവിടെ ഉപേക്ഷിക്കപ്പെട്ട ആ തൊപ്പിയും ആ താറാവും ഓഫീസർ പീറ്റേഴ്സണ് ലഭിക്കുകയാണ്. പക്ഷേ ഇത് ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ആരാണ് ആ മനുഷ്യനെന്ന് പീറ്റേഴ്സൺ അറിയില്ല. താറാവിന്റെ കാലിൽ മിസിസ് ഹെൻറി ബേക്കർ എന്നെഴുതിയ ഒരു ചെറിയ കാർഡ് കെട്ടിത്തൂക്കി ഇട്ടിരുന്നു. ആ തൊപ്പിയുടെ ഒരു സൈഡിലും HB എന്ന ഇനീഷ്യൽസ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഹെൻറി ബേക്കേഴ്സിന്റെ ഷോർട്ട് ഫോം ആവാനും ചാൻസ് ഉണ്ട്. നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ബേക്കർ സ്ട്രീറ്റിലാണല്ലോ ഷെർലക് ഹോംസ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് ബേക്കർ എന്ന സർനെയിം വരുന്ന ഒരുപാട് പേരുണ്ടാവും. അതിൽ ഹെൻറി ബേക്കർ എന്ന പേരുള്ളവർ തന്നെ നൂറുകണക്കിനുണ്ടാവും. അതുകൊണ്ട് തന്നെ താറാവിന്റെ കാലിൽ ഹെൻറി ബേക്കർ എന്ന് പറയുന്ന ഒരു പേര് കണ്ടെന്നും പറഞ്ഞ് ഉടനെ ഉടമസ്ഥനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഏതായാലും തൊപ്പി ഇവിടെ വെച്ച ശേഷം പീറ്റേഴ്സൺ രാവിലെ തന്നെ മടങ്ങിപ്പോയി. ആ താറാവിനെ ആകട്ടെ അദ്ദേഹം കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്, ഭക്ഷണമായിട്ട് ഉപയോഗിക്കാലോ എന്നോർത്ത് അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ കാര്യം പറഞ്ഞു നിർത്തിയ ശേഷം ഷെർലക് ഹോംസ് വാട്സണോട് പറയുകയാണ്, ഏതായാലും നമുക്ക് ഈ തൊപ്പി കൊണ്ട് തന്നെ അതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് കേട്ട വാട്സൺ ഒന്നമ്പരന്നു. ഈ പഴകിയ തൊപ്പിയിൽ നിന്ന് ഉടമസ്ഥനെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഇങ്ങനെ വിചാരിച്ച് വാട്സൺ ആ തൊപ്പി കയ്യിലെടുത്ത് തിരിച്ചു മറിച്ചും ഒക്കെ നോക്കിയാണ്. ഒരു സാധാരണ തൊപ്പി, കുറച്ച് പഴകിയതാണ്, പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, കണ്ടാൽ ഉപയോഗശൂന്യമായ ഒരു തൊപ്പി. തൊപ്പിയുടെ ഉള്ളിൽ ഒരു സിൽക്ക് ലൈനിങ് ഉണ്ട്, നിറമൊക്കെ മങ്ങിയ രീതിയിൽ. ആ തൊപ്പി ഉണ്ടാക്കിയ കമ്പനിയുടെ പേരും അതിൽ കാണാനില്ല. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ HB എന്ന ഇനീഷ്യൽസ് മാത്രം തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. നിറം മങ്ങിപ്പോയ ഭാഗത്തൊക്കെ മഷി ഉപയോഗിച്ച് നിറം വരുത്താൻ ശ്രമിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആ തൊപ്പി നോക്കിയപ്പോൾ വാട്സണ് മനസ്സിലായത്. ഇതിൽ നിന്നും ഹോംസ് പറഞ്ഞതുപോലെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാൻ തക്കവണ്ണം ഒരു കാര്യവും വാട്സൺ അതിൽ കണ്ടില്ല.
എന്നാൽ ഹോംസ് ആകട്ടെ വാട്സനെ അമ്പരപ്പിച്ചുകൊണ്ട് നിസ്സാരം ആ തൊപ്പിയിൽ നിന്നും അദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങൾ ഒന്നൊന്നായി പറയാൻ തുടങ്ങി. ഷെർലക് ഹോംസ് പറയുകയാണ്, ഈ തൊപ്പിയുടെ ഉടമസ്ഥൻ ആരാണെങ്കിലും വളരെ ബുദ്ധിശക്തിയുള്ള ഒരാളാണ്. കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയ്ക്ക് അയാൾ സാമാന്യം കുഴപ്പമില്ലാത്ത സാമ്പത്തിക നിലയിൽ ജീവിച്ചു വന്ന ആളാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് അയാൾ കടന്നു പോകുന്നത്. കാര്യമായ സാമ്പത്തികമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, മുൻപ് വളരെ മുൻകരുതലുകളൊക്കെ എടുത്തിരുന്നൊരു വ്യക്തിയാണെങ്കിലും ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നതായും കാണുന്നു. അയാളുടെ സമ്പത്ത് കുറഞ്ഞു വരുന്ന കാര്യം ഓർക്കുമ്പോൾ അയാൾ മദ്യപാനത്തിനടിമയാണെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. ഒരു പക്ഷേ ഈ കാരണം കൊണ്ട് തന്നെ അയാൾ അയാളുടെ ഭാര്യയുമായി പിണങ്ങി ജീവിക്കുകയാണെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അയാൾ ആത്മാഭിമാനം കുറവുള്ള ആളൊന്നുമല്ല കേട്ടോ. പക്ഷേ ആള് കുറച്ച് മടിയനാണ്. അധികം പുറത്തൊന്നും പോവാറില്ല. വ്യായാമം ഒന്നും തീരെയില്ല. 2-3 ദിവസം മുമ്പ് വെട്ടിച്ച നരച്ച തലമുടിയാണ് അയാൾക്കുള്ളത്. തലയിൽ അയാൾ ലൈം ക്രീമാണ് പുരട്ടാറുള്ളത്. ഹോംസ് ആ തൊപ്പി നോക്കി ഇത്രയും പറയുമ്പോഴേക്കും വാട്സന്റെ തല കറങ്ങിപ്പോയിരുന്നു. എങ്ങനെയാണ് ഹോംസ് ഇത്രയും കാര്യങ്ങൾ ഒരു തൊപ്പി മാത്രം നോക്കി പറയുന്നത്? തന്നെക്കൊണ്ട് എന്തുകൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ കണ്ണും തള്ളി നിൽക്കുകയാണ് വാട്സൺ. എന്നിട്ട് വാട്സൺ ഹോംസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ എന്നോട് തമാശ കളിക്കുകയാണോ? നിങ്ങൾ എങ്ങനെ ഇതൊക്കെ പറയുന്നത്? അപ്പോൾ ഹോംസ് പറഞ്ഞു, നിങ്ങൾ എന്താ ഇങ്ങനെ വിഡ്ഢിയായിട്ട് സംസാരിക്കുന്നത്? നിങ്ങൾക്കിതൊന്നും മനസ്സിലായില്ലെന്നാണോ തൊപ്പി നോക്കിയിട്ട്? നോക്കൂ, നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരാം. ഉദാഹരണത്തിന്, അയാൾ ബുദ്ധിമാനാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് നിനക്കറിയാമോ എന്ന് ഹോംസ് വാട്സനോട് ചോദിക്കുന്നു. അറിയില്ല എന്ന് വാട്സൺ പറഞ്ഞപ്പോൾ ഹോംസ് ആ തൊപ്പി ഹോംസിന്റെ സ്വന്തം തലയിൽ വെച്ച് വാട്സനെ കാണിക്കുകയാണ്. ഹോംസ് അത് വെച്ചപ്പോൾ അത് ഹോംസിന്റെ നെറ്റിയും കഴിഞ്ഞ് മൂക്കിൽ വന്ന് തൊടുന്ന രീതിയിൽ ആ തൊപ്പി താഴെ കൂർന്നു വരികയാണ്. അതിനർത്ഥം ഈ തൊപ്പിയുടെ ഉടമ ഹോംസിനേക്കാളും വലിയ തലയുള്ള ഒരാളാണ്. അതിനർത്ഥം വലിയ തലച്ചോറുമുള്ള ആളാണ്. അതായത് അദ്ദേഹം ബുദ്ധിമാനായൊരു മനുഷ്യനാണ്. ഇങ്ങനെയാണ് അയാൾ ബുദ്ധിമാനായ ഒരാളാണെന്ന് ഹോംസ് മനസ്സിലാക്കിയത്. പിന്നെ അയാളുടെ സമ്പത്ത് ഇപ്പോൾ കുറഞ്ഞു വരുന്നതിന്റെ കാര്യം ഹോംസ് പറഞ്ഞത്. അത് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ തൊപ്പി നോക്കിയപ്പോൾ ഹോംസിന് മനസ്സിലായത് ആ തൊപ്പിക്ക് ഒരു 3 വർഷത്തെയെങ്കിലും പഴക്കമുണ്ട്. കാരണം ആ ഫാഷനിലുള്ള തൊപ്പി 3 കൊല്ലം മുമ്പാണ് നിലവിൽ വരുന്നത്. അതും സിൽക്കിന്റെ ലൈനിങ് ആണ് ആ തൊപ്പിയുടെ ഉള്ളിലുള്ളത്. ഇത്രയും വില കൂടിയ സിൽക്ക് ലൈനിങ് ഉള്ള ഒരു തൊപ്പി ആ കാലത്ത് വാങ്ങണമെങ്കിൽ അത്രയും ധനികനായ ഒരാളായിരുന്നിരിക്കണം ഈ മനുഷ്യൻ ആ സമയത്ത്. അന്ന് ഈ തൊപ്പി വാങ്ങിയ ശേഷം ഇന്ന് വരെയും മറ്റു പുതിയ ഒരെണ്ണം വാങ്ങാൻ അയാളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിനർത്ഥം ഇപ്പോൾ അയാൾക്ക് അന്നുണ്ടായിരുന്ന സമ്പത്ത് ഇല്ല എന്നാണ്. അതായത് അദ്ദേഹത്തിന്റെ സമ്പത്ത് അന്നത്തേതിനെക്കാട്ടിലും ഇപ്പോൾ ക്ഷയിച്ചു വന്നിരിക്കുന്നു. പിന്നെ അയാൾ മുൻപ് ഒരുപാട് മുൻകരുതലുകൾ എടുത്തിരുന്ന ആളായിരുന്നുവെന്നും ഇപ്പോൾ അതൊന്നും ഇല്ല എന്നും ഹോംസ് പറയാനുള്ള കാരണമാണ് അടുത്തത്. ആ തൊപ്പി മുഖത്ത് ഉറപ്പിച്ചു വെക്കാനുള്ള ഒരു തരം ബെൽറ്റ് ആ തൊപ്പിയിൽ കാണാം. അതൊരിക്കലും തൊപ്പിയോടൊപ്പം വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല, പിന്നീട് പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ്. അതിനർത്ഥം അയാൾ ആ സമയത്ത് അതൊരു മുൻകരുതലായി എടുത്തതാണ്. തൊപ്പി തെറിച്ചു പോകാതെയൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞു ചെയ്യിപ്പിച്ചൊരു കാര്യമാണ് ആ ബെൽറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ നോക്കിയാലോ, ആ ബെൽറ്റിന്റെ ഇലാസ്റ്റിക് പൊട്ടിപ്പോയിരിക്കുകയാണ്. എന്നാലോ അത് മാറ്റിയിട്ടുമില്ല. അതിപ്പോഴും ആ പൊട്ടിയ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. അതിനർത്ഥം മുൻപുണ്ടായിരുന്ന മുൻകരുതലുകളൊന്നും ഇപ്പോൾ ഇല്ല. അതേസമയം നിറം മങ്ങിയ ഇടങ്ങളിൽ മഷി കൊണ്ട് നിറം പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതിനർത്ഥം അഭിമാനബോധം ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. നല്ല ആത്മാഭിമാനമുള്ള ആള് തന്നെയാണ്. കൂടാതെ ആൾ മുടിയൊക്കെ നരച്ചു തുടങ്ങിയ ഒരു മധ്യവയസ്കനാണെന്നും മുടി വെട്ടിച്ചിട്ട് അധികം ദിവസം ആയിട്ടില്ലെന്നും തലയിൽ ഉപയോഗിക്കുന്നത് ലൈം ക്രീം ആണെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ തൊപ്പിയുടെ ഉള്ളിലെ ലൈനിങ് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഹോംസ് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. ഹോംസ് തന്റെ ലെൻസ് കൊണ്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ കത്രിക കൊണ്ട് വെട്ടിയ ശേഷം ബാക്കിയുള്ള കുറച്ച് മുടിയുടെ പീസസ് ആ ലൈനിങ്ങിനകത്ത് കാണുന്നുണ്ട്. തൊപ്പിയുടെ ഉള്ളിലാണെങ്കിലോ ലൈം ക്രീമിന്റെ മണവുമുണ്ട്. ആ തൊപ്പിയിലുണ്ടായിരുന്ന വെട്ടിയ മുടിയുടെ ഭാഗങ്ങളിൽ ചിലതൊക്കെ നര വീണ് തുടങ്ങിയതാണ്. പിന്നെ അയാൾ മടിയനാണെന്ന് പറയാനുള്ള കാരണം, സാധാരണ പുറത്ത്
അന്തരീക്ഷത്തിലുള്ള പൊടിയെന്ന് പറയുന്നത് ചാരനിറത്തിലുള്ള വലിയ തരികൾ കലർന്നതാണ്. എന്നാൽ ഇയാളുടെ തൊപ്പിയിൽ നിന്നും കാണുന്ന ആ പൊടികളൊക്കെയോ അങ്ങനെയുള്ള വലിയ തരികളൊന്നുമില്ല. വീടിനുള്ളിൽ കാണുന്ന സാധാരണയായ മൃദുവായ പൊടികളാണ്. അതിനർത്ഥം അയാൾ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത് വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ ആ തൊപ്പിയുടെ ഉള്ളിലെ ജലാംശത്തിൻ്റെ അളവ് നോക്കുമ്പോൾ അയാൾ വ്യായാമമൊന്നും ചെയ്യാറില്ല എന്നും മനസ്സിലാക്കുന്നു. അതായത് അയാളുടെ ആ ഈർപ്പത്തിൻ്റെ അളവ്, അയാൾ ഒരുപാട് വിയർക്കാറുണ്ട്. വീട്ടിൽ വെറുതെ ഇരുന്ന് വിയർക്കുന്ന ഒരാളെ പോലെ. വ്യായാമത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഹോംസ് മനസ്സിലാക്കുന്നത്. ഇത്രയും പറഞ്ഞപ്പോൾ ഒരമ്പരപ്പ് തോന്നിയെങ്കിലും വാട്സൺ ചോദിക്കുന്നുണ്ട്, ശരി, നിങ്ങളുടെ നിരീക്ഷണമെല്ലാം ഞാൻ സമ്മതിക്കുന്നു. എന്നാലും ഒരു തൊപ്പി നോക്കി അയാളുടെ ഭാര്യ അയാളോട് പിണങ്ങിയിരിക്കുകയാണെന്നൊക്കെ നിങ്ങളെങ്ങനെ മനസ്സിലാക്കി? അപ്പോൾ ഹോംസ് പറയുകയാണ്, ഈ തൊപ്പി തുടച്ചിട്ട് തന്നെ ആഴ്ചകളായ ഒരവസ്ഥ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വാട്സൺ, നിങ്ങൾ പറയൂ, നിങ്ങളുടെ തൊപ്പിയിൽ ഒരാഴ്ചയിലേറെയായിട്ട് പൊടികൾ കാണുമ്പോൾ നിങ്ങളുടെ ഭാര്യ ഉറപ്പായും അത് വൃത്തിയാക്കി തരില്ലേ? അതും ധരിച്ചുകൊണ്ട് പുറത്തു പോകാൻ ഒരിക്കലും അവർ നിങ്ങളെ അനുവദിക്കില്ല. അത് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോടുള്ള സ്നേഹമാണ്. എന്നാൽ ഈ തൊപ്പി നോക്കൂ, ഇത് നിറയെ പൊടി പിടിച്ചിരിക്കുന്നു, അതും ഒരാഴ്ചയ്ക്ക് മേലെയായ പൊടി. അത് വൃത്തിയാക്കാൻ അയാളുടെ ഭാര്യ അയാളോടൊപ്പം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അത് വൃത്തിയാക്കാൻ ആ സ്ത്രീ മുൻകൈ എടുക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർ തമ്മിൽ നല്ല ചേർച്ചയിലല്ല. പിണക്കങ്ങളും എന്തൊക്കെയോ അസ്വാരസ്യങ്ങളൊക്കെ ഉള്ള ഒരു കപ്പിൾസാണ് ഇവരെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ വാട്സൺ പറഞ്ഞു, അയാൾ ചിലപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരാളായിക്കൂടെ? അപ്പോൾ ഹോംസ് പറഞ്ഞു, അല്ലല്ലോ, ആ താറാവിൻ്റെ കാലിൽ കെട്ടിയിരുന്ന കാർഡിൽ എഴുതിയിട്ടുണ്ടല്ലോ തൻ്റെ ഭാര്യയ്ക്കുള്ള സമ്മാനമായിട്ടാണ് ഈ താറാവിനെ കൊണ്ടുപോകുന്നതെന്ന്. അതിനർത്ഥം അയാൾ വിവാഹിതൻ തന്നെയാണ്. ഇത്രയും പറഞ്ഞിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ഹോംസ് വാട്സണോട് ചോദിക്കുകയാണ്, എന്താ ഇപ്പം തൃപ്തിയായോ? അപ്പോൾ വാട്സണും ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊരു സമ്മർദ്ദം തന്നെയാണ് കേട്ടോ. എന്നാലും ഞാൻ വിചാരിക്കുന്നത് ഇതൊന്നുമല്ല. വെറും ഒരു തൊപ്പിയുടെയും താറാവിൻ്റെയും കേസിന് വേണ്ടി ഇത്രയും പാഴ്വേലയുടെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മുടെ സമയം എന്തിനു വെറുതെ കളയണം? ഇതിൻ്റെ മറുപടി പറയാനായിട്ട് ഹോംസ് വായ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ വാതിലിൽ ഒരു മുട്ട കേൾക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, പോലീസ് ഓഫീസറായ പീറ്റേഴ്സൺ തന്നെയായിരുന്നു. ഓടിക്കിതച്ചുകൊണ്ടാണ് അയാളുടെ വരവ്. മുഖമൊക്കെ അങ്ങ് ചുമന്നിരിക്കുന്നു. അത്ഭുതപ്പെട്ട് നിൽക്കുന്നൊരു ഭാവം. ഹോംസ്, ആ താറാവ്, ആ താറാവ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് അയാൾ ഓടി വരുന്നത്. അയാളെ ശ്രദ്ധിച്ച ഹോംസിനെയും വാട്സനെയും അയാൾ കാണിച്ചത് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അയാൾ പറഞ്ഞു, നോക്കൂ, ഇതാ താറാവിൻ്റെ വയറ്റിൽ നിന്നും എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയതാണ്. ഒരു പയറുമണിയുടെ അത്രയും പോലും വലിപ്പമില്ലാത്ത വെട്ടിത്തിളങ്ങുന്ന ഒരു നീലക്കല്ല്. വലിയ വെളിച്ചമായിരുന്നു അതിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. ഇത് കേട്ട ഹോംസ് പീറ്റേഴ്സണോട് പറഞ്ഞു, ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇതൊരു നിധിയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. വെറും ഒരു രത്നമൊന്നുമല്ല, ലോകത്തിൽ ഇതൊന്നേ ഉള്ളൂ. ഇത് മോർക്കാർ പ്രഭുവിടെ നീലമാണിക്യമാണ്. ഈ അടുത്ത കാലത്ത് ടൈംസ് പത്രത്തിൽ ഇതിനെപ്പറ്റി ഒരു പരസ്യം കൊടുത്തിരുന്നു, ഇതിൻ്റെ പിക്ചർ ഉൾപ്പെടെ. ഇത് കണ്ടാണ് ഹോംസ് മനസ്സിലാക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് മോർക്കാർ പ്രഭുവിടെ നീലമാണിക്യമാണെന്ന്. ഇത് കണ്ടുപിടിച്ചു കൊടുത്താൽ 1000 പവനാണ് അവർ പ്രതിഫലമായി എഴുതിയിരുന്നത്. ഇത് കേട്ട പീറ്റേഴ്സണും വാട്സണും അന്തം വിട്ട് നിൽക്കുകയാണ്. 1000 പവനോ? ഇത്രയും വലിയ പ്രതിഫലം അത് കണ്ടുപിടിച്ചു കൊടുക്കുന്ന ആൾക്ക് കൊടുക്കണമെങ്കിൽ മോർക്കാർ പ്രഭുയ്ക്ക് അത്രയും ആഴത്തിലുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ള എന്തോ തന്നെയാണ് ഈ നീലമാണിക്യം. ഈ രത്നം തിരിച്ചു കിട്ടാനായി തൻ്റെ സ്വത്ത് മുഴുവനും കൊടുക്കാനും വേണമെങ്കിൽ അവർ തയ്യാറാകും. ഇതോടൊപ്പം ഹോംസ് ഓർത്തെടുക്കുകയാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹോട്ടൽ കോസ്മോപൊളിറ്റണിൽ വെച്ചാണ് ഈ രത്നം കാണാതെ ആവുന്നത്. വെറും 5 ദിവസമേ ആയിട്ടുള്ളൂ. ഡിസംബർ 22-നായിരുന്നു. ജോൺ ഹോണർ എന്നു പേരുള്ള ഒരു ഈയപ്പണിക്കാരൻ അവരുടെ ആഭരണപ്പെട്ടിയിൽ നിന്നും ഇത് മോഷ്ടിച്ചു എന്നാണ് അയാൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. തെളിവുകളുമുണ്ട്. പത്രങ്ങളിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം ഹോംസ് മനസ്സിലാക്കിയത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആകാംക്ഷയോടെ നിൽക്കുന്ന വാട്സണും പീറ്റേഴ്സണും മുമ്പാകെ ഹോംസ് ആ പത്രവാർത്തകളിൽ ഒരെണ്ണം വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പത്രങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: 26 വയസ്സുള്ള ജോൺ ഹോണർ എന്നു പേരുള്ള ഈയപ്പണിക്കാരനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹോട്ടൽ പരിചാരകനായിരുന്ന ജെയിംസ് റൈഡർ എന്ന ആളുടെ മൊഴി അനുസരിച്ചാണ് ഈ അറസ്റ്റ് നടന്നത്. അയാളുടെ മൊഴി പ്രകാരം
മോർക്കാർ പ്രഭുവിടെ മുറിയിലെ ജനാലയുടെ ഇരുമ്പടികളിലൊരെണ്ണം ഇളകിക്കിടന്നതുകൊണ്ട് അത് ഉറപ്പിക്കാനായാണ് ഈ ഈയപ്പണിക്കാരനായ ഹോണറിനെ അവർ വിളിക്കുന്നത്. ജോൺ ഹോണറെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് തന്നെ ഹോട്ടൽ പരിചാരകനായിരുന്ന ജെയിംസ് റൈഡർ ആണ്. കുറെ നേരം അയാൾ പണി ചെയ്യുന്നതും നോക്കി റൈഡർ അവിടെ തന്നെ നിൽക്കുന്നുമുണ്ടായിരുന്നു. എന്തോ അത്യാവശ്യ കാര്യത്തിന് റൈഡർ പുറത്തേക്കിറങ്ങിയിട്ട് തിരികെ റൂമിലേക്ക് വന്നപ്പോൾ ഇതാ പണി ചെയ്തുകൊണ്ടിരുന്ന ഹോണറെ അവിടെ കാണാനില്ല. അയാളെ കാണാനില്ല എന്ന് മാത്രമല്ല, പ്രഭുവിയുടെ അലമാര കുത്തി തുറന്നു വെച്ചിരിക്കുന്നതും അതിലവർ സൂക്ഷിച്ചിരുന്ന ആഭരണപ്പെട്ടി പുറത്ത് തുറന്നു കിടക്കുന്നതും ഇദ്ദേഹം കണ്ടു. ഉടൻ തന്നെ റൈഡർ അപകട സൂചന നൽകുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെ ഹോണർ അറസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിലും രത്നം മാത്രം തിരിച്ചു കിട്ടിയില്ല. മോഷണ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഹോട്ടൽ ജീവനക്കാരനായ റൈഡർ ഉറക്കെ നിലവിളിക്കുന്നത് താൻ കേട്ടു എന്ന് പ്രഭുവിയുടെ തോഴിയായ കാതറിൻ മൊഴി നൽകിയിരുന്നു. മുറിയിലേക്ക് ഓടി വന്ന അവളും റൈഡർ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് കണ്ടതും. അവിടെ എത്തിയ ഇൻസ്പെക്ടർ ബ്രാഡ്ഷീറ്റ് ഹോണറെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളാകട്ടെ താൻ നിരപരാധിയാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. മുൻപ് മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ് ഈ ഹോണർ. ഇതൊക്കെയാണ് ആ പത്രവാർത്തയിൽ ഈ കേസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പത്രവാർത്ത വായിച്ചു തീർന്ന ശേഷം ഹോംസ് പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്കറിയാനുള്ളത് കുത്തി തുറക്കപ്പെട്ട ആ ആഭരണപ്പെട്ടിയിൽ നിന്നും ഈ രത്നം താറാവിന്റെ ഉദരത്തിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഏതായാലും നമുക്കറിയാവുന്ന കാര്യം ആ താറാവ് മിസ്റ്റർ ഹെൻറി ബേക്കറുടേതാണ്, ആ പഴഞ്ചൻ തൊപ്പിയുടെ ഉടമ. അതുകൊണ്ട് അയാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ജോലി. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ അയാൾക്കുള്ള പങ്ക് എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇതിന്റെ ആദ്യ ഭാഗമായി നമുക്ക് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു നോക്കാം. ഇതുവഴി ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം ആലോചിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹോംസ് ഒരു പേപ്പറും പെൻസിലും എടുത്തുകൊണ്ട് ആ പരസ്യം എഴുതി തയ്യാറാക്കാൻ തുടങ്ങി. ഗുഡ്ജ് സ്ട്രീറ്റിൽ വെച്ച് ഒരു താറാവും ഒരു തൊപ്പിയും കണ്ടുകിട്ടിയിരിക്കുന്നു. മിസ്റ്റർ ഹെൻറി ബേക്കർ ഇന്ന് വൈകിട്ട് 6:30 ബേക്കർ സ്ട്രീറ്റിലെ 221B എന്ന വീട്ടിൽ വന്നാൽ സാധനങ്ങൾ കൈപ്പറ്റാവുന്നതാണ്. ഹോംസ് ഇത്രയും എഴുതിയപ്പോൾ വാട്സൺ ചോദിച്ചു, പരസ്യം കൊള്ളാം, പക്ഷെ അയാൾ ഇത് കണ്ടില്ലെങ്കിലോ? ഇതിന് മറുപടിയായി ഹോംസ് പറഞ്ഞു, അയാളെപ്പോലെയുള്ള ഒരു പാവപ്പെട്ടവന് ഈ നഷ്ടം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഉറപ്പായും അയാൾ പത്രം നോക്കും. അയാളുടെ ഭാഗ്യദോഷം കൊണ്ടാണ് പീറ്റേഴ്സനെ കണ്ടതും അയാൾ ഓടി മറഞ്ഞത്. താറാവിനെ ഉപേക്ഷിച്ചതിൽ ഉറപ്പായിട്ടും അയാൾക്കിപ്പോൾ വിഷമം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ പരസ്യം അയാൾ തന്നെ കണ്ടില്ലെങ്കിലും നമ്മൾ പരസ്യത്തിൽ അയാളുടെ പേര് കൊടുക്കുന്നത് കൊണ്ട് അയാളെ പരിചയമുള്ളവർ അയാളെ വിളിച്ചറിയിക്കുകയെങ്കിലും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തെ ഈവനിംഗ് ന്യൂസ് പേപ്പറിൽ എല്ലാത്തിലും ഈ പരസ്യം കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞ് ആ എഴുതി തയ്യാറാക്കിയ പരസ്യം പീറ്റേഴ്സനെ ഹോംസ് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആ രത്നം ഹോംസിനെ ഏൽപ്പിച്ച് പീറ്റേഴ്സൺ പോകുന്നു. ആ രത്നത്തിന്റെ ഭംഗി മതിയാവോളം ആസ്വദിച്ചു നിന്ന ഹോംസും വാട്സണും അത് കഴിഞ്ഞ ശേഷം ആ പ്രഭുവിക്ക് ഒരു കത്തെഴുതാൻ തീരുമാനിക്കുന്നു, അവരുടെ രത്നം കിട്ടിയിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കാനായിട്ട്. അപ്പോൾ വാട്സൺ ഹോംസിനോട് ചോദിക്കുന്നുമുണ്ട്, ആ ഹോണർ എന്ന് പറയുന്നയാൾ നിരപരാധി ആയിരിക്കുമോ? അപ്പോൾ ഹോംസ് പറയുന്നു, അതിപ്പോൾ പറയാൻ പ്രയാസമാണ്. അപ്പോൾ വാട്സൺ പറയുകയാണ്, ഏതായാലും ഹെൻറി ബേക്കർക്ക് ഇതുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ നിരപരാധി ആയിരിക്കും. തൻ്റെ കയ്യിലിരുന്ന താറാവ് ഇത്രയും വിലപിടിപ്പുള്ള ഒന്നാണെന്ന് അയാൾ ഉറപ്പായിട്ടും അറിഞ്ഞു കാണില്ല. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ അയാൾ ആ താറാവിനെ കളഞ്ഞിട്ട് പോകുമായിരുന്നോ? അപ്പോൾ ഹോംസ് പറഞ്ഞു, അതൊക്കെ നമുക്ക് നോക്കാം. ഏതായാലും നമ്മൾ കൊടുത്ത പത്രപരസ്യത്തിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുമോ എന്ന് നോക്കട്ടെ. ഹോംസ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി ആ പത്രപരസ്യത്തിന് എന്തെങ്കിലും മറുപടി ലഭിക്കുന്നത് വരെ അവിടെ നിൽക്കുന്നതിൽ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ വാട്സൺ തിരികെ പോകാനായി തീരുമാനിച്ചു. അങ്ങനെ തിരികെ പോയ വാട്സൺ വൈകുന്നേരം 6:30 മണിക്കാണ് ഹോംസിന്റെ അടുക്കിലേക്ക് തിരികെ വരുന്നത്. ഹോംസിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന വാട്സൺ കാണുന്നത് ഹോംസിന്റെ വീടിന്റെ വാതിൽക്കൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന വളരെ ഉയരം കൂടിയ ഒരു മനുഷ്യനെയാണ്. അതുകൊണ്ട് തന്നെ വാട്സൺ അദ്ദേഹത്തെയും കൂട്ടി ഹോംസിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു.
അദ്ദേഹത്തെ കണ്ട പാടെ തന്നെ ഹോംസിന് മനസ്സിലായി അത് മറ്റാരുമല്ല മിസ്റ്റർ ഹെൻറി ബേക്കർ ആണ്, ആ പഴഞ്ചൻ തൊപ്പിയുടെ ഉടമ. അദ്ദേഹത്തെ അകത്തേക്ക് ആനയിച്ച ഹോംസ് അദ്ദേഹത്തിന് ഇരിക്കാനുള്ള ഇരിപ്പിടം കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം അവിടെ ഇരിക്കുന്നു. അദ്ദേഹം വന്ന പാടെ തന്നെ അദ്ദേഹത്തിൻ്റെ തൊപ്പി അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് ഹോംസ് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ ആണോ? അപ്പോൾ ആണെന്ന് പറഞ്ഞ് അദ്ദേഹം അത് കയ്യിലേക്ക് വാങ്ങുന്നുമുണ്ട്, വളരെ സന്തോഷത്തോടു കൂടെ തന്നെ. ആ തൊപ്പി അദ്ദേഹത്തിന് കൊടുത്ത ശേഷം ഹോംസ് പറഞ്ഞു, ഈ തൊപ്പി അന്വേഷിച്ച് അതിൻ്റെ ഉടമ ഒരു പരസ്യമെങ്കിലും കൊടുക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും ദിവസം ഇത് ഞങ്ങളുടെ കയ്യിൽ വെക്കേണ്ടി വരില്ലായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളൊരു പരസ്യം പോലും കൊടുക്കാതെ ഇരുന്നത്? ഇതിന് മറുപടിയായി ഹെൻറി ബേക്കർ പറഞ്ഞു, പരസ്യം കൊടുക്കാനായി എനിക്ക് മുൻപുണ്ടായിരുന്ന പോലത്തെ വരുമാനമൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് പരസ്യം കൊടുത്ത് കയ്യിലുള്ളത് കളയണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തത് അന്ന് ഞാനുമായി വഴക്കിട്ട കുട്ടികൾ ഞാൻ കളഞ്ഞിട്ട് പോയ തൊപ്പിയും അതോടൊപ്പം എൻ്റെ കയ്യിലെ താറാവും എടുത്തിട്ട് പോയിട്ടുണ്ടാവുമെന്നാണ്. ഇനി അങ്ങനെയാണെങ്കിൽ അത് കിട്ടാൻ എനിക്ക് സാധ്യതയില്ല എന്നും അറിയാം. അപ്പോൾ പിന്നെ ഞാൻ എന്തിന് പരസ്യം കൊടുത്ത് എൻ്റെ കയ്യിലുള്ള വരുമാനം വെറുതെ കളയണം? ഇത് കേട്ട ഹോംസ് പറഞ്ഞു, അങ്ങനെയാണോ? ശരി, പക്ഷേ ഒരു കുഴപ്പമുണ്ട്. തൊപ്പി നിങ്ങൾക്ക് തിരിച്ചു തന്നുവെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ താറാവില്ലേ, അതിനെ ഞങ്ങൾക്ക് ഭക്ഷണമാക്കേണ്ടി വന്നു. ഇത് കേട്ട ആ മനുഷ്യൻ പെട്ടെന്ന് കസേരയിൽ നിന്നും ചാടി എണീറ്റുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ കഴിച്ചെന്നോ? എന്താണ് നിങ്ങൾ ചെയ്തത്? എൻ്റെ വൈഫിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഹോംസ് പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങൾക്ക് ആ താറാവിന് പകരമായിട്ട് അതേ വലിപ്പവും തൂക്കവുമുള്ള മറ്റൊരു നല്ല താറാവിനെ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ഇതാ ആ സൈഡിലേക്ക് നോക്കൂ, അത് അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് പോകുമ്പോൾ അതിനെ കൊണ്ടുപോകാം. ഇത് കേട്ട ഹെൻറി ബേക്കർക്ക് ആശ്വാസമായി. അദ്ദേഹത്തിന്റെ മുഖത്ത് വീണ്ടും സന്തോഷമുണ്ടാകുന്നത് അവിടെ നിൽക്കുന്ന ഹോംസും വാട്സണും കാണുന്നുണ്ട്. അങ്ങനെ തനിക്ക് ലഭിച്ച തൊപ്പിയും തനിക്ക് ലഭിച്ച പുതിയ ആ താറാവുമായിട്ട് ആ മനുഷ്യൻ തിരികെ പോകാനായി ഒരുങ്ങുന്നു. അപ്പോൾ അദ്ദേഹത്തെ യാത്ര അയക്കുന്ന സമയത്ത് ഹോംസ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാമോ, നിങ്ങൾക്ക് ആ ആദ്യം കിട്ടിയ താറാവിനെ എവിടെ നിന്നാണ് ലഭിച്ചതെന്ന്? അതിന് മറുപടിയായി ഹെൻറി ബേക്കർ പറഞ്ഞു, മ്യൂസിയത്തിനടുത്ത് ആൽഫൈൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ ഉടമയായ വിൻഡിഗേറ്റ് ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് ഒരു ഗൂസ് ക്ലബ്ബ് നടത്തുന്നുണ്ട്. അതായത് താറാവിനെയൊക്കെ വിൽക്കാനും വാങ്ങാനും ഒക്കെ വേണ്ടിയുള്ള ഒരു ക്ലബ്ബ്. ആ ക്ലബ്ബ് വഴിയായി ആ ആൽഫൈൻ എന്ന് പറയുന്ന ഹോട്ടൽ നിരന്തരമായി വിസിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഓരോ താറാവിനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി അയാൾ സംഘടിപ്പിച്ചിരുന്നു. ക്രിസ്മസ് ഒക്കെ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഫ്രീ ആയിട്ട് താറാവിനെ കൊടുക്കുന്ന ആ ഒരു പ്രോഗ്രാം വഴിയായിട്ടാണ് നമ്മുടെ ഹെൻറി ബേക്കർക്ക് ആദ്യം കിട്ടിയ ആ താറാവിനെ ലഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹെൻറി ബേക്കർ അയാളുടെ താറാവും അയാൾക്ക് തിരികെ കിട്ടിയ തൊപ്പിയുമായിട്ട് തിരികെ പോകുന്നുണ്ട്. അദ്ദേഹം ഇറങ്ങിപ്പോയ പാടെ തന്നെ ഹോംസ് വാട്സണോട് പറയുകയാണ്, ഉറപ്പായും അദ്ദേഹത്തിന് ഒരു പങ്കുമില്ല ഇതിനകത്ത്. ആ താറാവിനെയോ ആ മാണിക്യത്തെയോ പറ്റി അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. നമുക്ക് ഏതായാലും അദ്ദേഹത്തിന് താറാവ് ലഭിച്ചു എന്ന് പറഞ്ഞ ആൽഫ ഇന്നിലേക്ക് പോയാലോ? അയാൾക്ക് താറാവിനെ കൊടുത്ത ഗൂസ് ക്ലബിൻ്റെ ഉടമയായ വിൻഡിഗേറ്റിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ബാക്കിയുള്ള കഥ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അന്ന് രാത്രി ഹോംസും വാട്സണും അവിടേക്ക് യാത്ര തിരിക്കുകയാണ്. ആ ഹോട്ടലിലേക്ക് കയറി ചെന്ന ഹോംസും വാട്സണും നേരെ പോകുന്നത് അതിൻ്റെ ഉടമ നടത്തുന്ന ആ പ്രൈവറ്റ് ബാറിൻ്റെ അടുക്കലേക്കാണ്. അതിൻ്റെ ഉടമയായ വിൻഡിഗേറ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് 2 ബിയർ ഓർഡർ ചെയ്ത ഹോംസ് അതിൻ്റെ ഉടമയോട് പറയുന്നുണ്ട്, നല്ല ബിയർ തരണം കേട്ടോ. നിങ്ങൾ കൊടുത്ത ആ താറാവിനെ പോലെ തന്നെ നല്ല ഗുണമേന്മയുള്ളതാകും നിങ്ങളിവിടെ വിൽക്കുന്ന ബിയർ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കേട്ട മനുഷ്യനൊന്ന് സർപ്രൈസായി. ഞാൻ വിറ്റ താറാവോ? ഏത് താറാവിനെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഹോംസ് പറഞ്ഞു, നിങ്ങൾ ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു ഗൂസ് ക്ലബിൻ്റെ ഭാഗമായിട്ട് താറാവിനെ വിറ്റിരുന്നില്ലേ? നിങ്ങൾ ആ താറാവിനെ വിറ്റ മനുഷ്യരിൽ ഒരാളായ ഹെൻറി ബേക്കറുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഓ ആ താറാവാണോ? അതെൻ്റെ അല്ല. അപ്പോൾ പിന്നെ ആരുടെയാണെന്ന് ഹോംസ് ചോദിച്ചു. അതിന് മറുപടി അയാൾ പറഞ്ഞത് കവന്റ് ഗാർഡനിലുള്ള ബ്രെക്കിൻറിഡ്ജ് എന്ന് പറയുന്ന ഒരു സെയിൽസ്മാൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചതെന്ന്. കവന്റ് ഗാർഡൻ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അവിടെ കച്ചവടം നടത്തുന്ന ഒരുപാട് സെയിൽസ്മെൻ ഉണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ഈ ബ്രെക്കിൻറിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്നുമാണ് ആ താറാവിനെയൊക്കെ വാങ്ങിച്ചതെന്നാണ് ഈ ഹോട്ടൽ ഉടമ ഇപ്പോൾ ഹോംസിനോടും വാട്സണോടും പറഞ്ഞത്.
അപ്പോൾ അവിടെ നിന്ന് ഇത്രയും വിവരങ്ങൾ കിട്ടിയ ഹോംസും വാട്സണും എന്നാൽ പിന്നെ ഇപ്പോൾ തന്നെ ബ്രെക്കൻറിഡ്ജിനെ കാണാൻ പോകാമെന്ന് വിചാരിച്ച് കവന്റ് ഗാർഡനിലോട്ട് യാത്ര തിരിക്കുന്നു. അവിടെ എത്തിയ ഹോംസിനെ വാട്സണെയും കണ്ടപാടെ ബ്രെക്കൻറിഡ്ജ് പറയുന്നു, ഇന്നിനി ഇവിടെ വിൽക്കാൻ താറാവൊന്നുമില്ല, ഞാൻ എല്ലാറ്റിനെയും വിറ്റ് കഴിഞ്ഞു, ഇനി നാളെ രാവിലെ വരുവാണെങ്കിൽ തരാം. അപ്പോൾ ഇത് കേട്ട ഹോംസ് വളരെ വിഷമം പോലെ അഭിനയിച്ചു. അയ്യോ അങ്ങനെയാണോ, അത് കഷ്ടമായി പോയല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ അത് കണ്ട് ഇയാൾ ബ്രെക്കൻറിഡ്ജ് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ അപ്പുറത്ത് വേറെ 1-2 കടകളുണ്ട്, അവിടെ പോയി ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല താറാവിനെ വേറെ കിട്ടും. ഇത് കേട്ട ഹോംസ് പറഞ്ഞു, അയ്യോ എനിക്ക് മറ്റേ കടകളിലെ ഒന്നും പോരാ, നിങ്ങളുടെ കടയിൽ തന്നെ കിട്ടിയാൽ നല്ലതായിരുന്നു, നിങ്ങളുടെ കട എനിക്ക് ശരിക്കും ഒരാൾ റെക്കമെൻഡ് ചെയ്തതാണ്. ഇത് കേട്ടപ്പോൾ ബ്രെക്കൻറിഡ്ജ് ചോദിച്ചു, ആരാണത്? അപ്പോൾ ഹോംസ് പറഞ്ഞു, ആൽഫൈനിൻ്റെ ലാൻഡ് ലോർഡാണെന്ന് പറഞ്ഞു, നേരത്തെ ഇവർ കാണാൻ പോയ ആ വിൻഡിഗേറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ. ഇത് കേട്ട് ഇയാൾ പറഞ്ഞു, ഓ ശരിയാണ്, ഞാൻ അദ്ദേഹത്തിനൊരു 2 ഡസൻ താറാവിനെ വിറ്റിരുന്നു. അപ്പോൾ ഹോംസ് ചോദിച്ചു, അതെയോ, നിങ്ങൾ ശരിക്കും എവിടെ നിന്നാണ് താറാവിനെ കിട്ടിയത്? ഹോംസ് ഇതും കൂടെ ചോദിച്ചപ്പോഴേക്കും ആ മനുഷ്യൻ വളരെയധികം ദേഷ്യപ്പെടാനായി തുടങ്ങി. നിങ്ങൾക്ക് എന്തെല്ലാം അറിയണം, നിങ്ങൾ വാങ്ങാൻ വന്നതാണെങ്കിൽ വാങ്ങിയിട്ട് പോയാൽ പോരെ, എനിക്ക് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, എങ്ങോട്ട് വിറ്റു, ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് അറിയുന്നതെന്ന് പറഞ്ഞ് അയാൾ ഹോംസിനോട് ദേഷ്യപ്പെടാനായി തുടങ്ങി. അപ്പോൾ ഹോംസ് പറഞ്ഞു, ശരി, ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ കാര്യത്തിലേക്ക് നേരിട്ട് വരാം, എനിക്ക് ഒരേ ഒരു കാര്യമേ അറിയേണ്ടതുള്ളൂ, നിങ്ങൾ ആൽഫൈനിലേക്ക് വിറ്റ ആ താറാവുകളെ നിങ്ങൾക്ക് ആരാണ് വിറ്റത്, അത് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. ഇത് കേട്ട് അയാൾ പറഞ്ഞു, എനിക്ക് പറയാൻ താല്പര്യമില്ല, ഇനി നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഹോംസ് പറഞ്ഞു, അല്ല എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഉണ്ടായിട്ട് ചോദിച്ചൊന്നുമല്ല, ഞാൻ വെറുതെ ചോദിച്ചതാണ്, നിങ്ങൾ ഇത്രയും ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അയാൾ പറയുകയാണ്, ചൂടായത് ഞാനല്ല, നിങ്ങളാണ്, നിങ്ങളൊരു കടയിൽ വന്ന് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കേണ്ട ആവശ്യങ്ങളൊന്നും നിങ്ങൾക്കില്ല. അപ്പോൾ ഹോംസ് പറഞ്ഞു, ഞാൻ ചോദിക്കുന്നതിന് എനിക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ട്. നിങ്ങൾ ഹെൻറി ബേക്കർക്ക് വിറ്റ താറാവിനെ ഞാൻ കഴിച്ചു നോക്കിയിരുന്നു. അതിനെ കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അതേതോ ഗ്രാമപ്രദേശത്ത് വളർത്തിയെടുത്ത താറാവാണെന്നാണ്. പക്ഷേ അത് ടൗണിൽ വളർത്തിയ താറാവാണെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ വിൽക്കുന്നത്? അതങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വേണമെങ്കിൽ ബെറ്റ് വെക്കാം, എൻ്റെ കയ്യിലുള്ള കുറച്ച് കോയിൻസ് വെച്ച് ഞാൻ ബെറ്റ് വെക്കാം. ഞാൻ പറയുകയാണ് അത് ടൗണിൽ വളർത്തിയ താറാവല്ല, അത് കൺട്രി സൈഡിൽ വളർത്തിയ താറാവ് തന്നെയാണ്. ഇത് കേട്ട് വാശി കയറിയ കടയുടമയും ഹോംസിനോട് ബെറ്റ് വെക്കാനായിട്ട് തീരുമാനിക്കുന്നു. അയാൾ ബെറ്റ് വെക്കുന്നത് അയാളുടെ വാദം പോലെ തന്നെ ഇത് ടൗണിൽ വളർത്തിയ താറാവാണെന്നാണ്. ഇയാൾ അങ്ങനെ പറയുമ്പോഴേക്കും ഹോംസും പറയുന്നുണ്ട്, എനിക്ക് വിശ്വാസമില്ല, അങ്ങനെയെങ്കിൽ നീ അതെനിക്ക് പ്രൂവ് ചെയ്യണം. കുറച്ചു നേരം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂ ചെയ്തപ്പോൾ അയാളുടെ വാദം തെളിയിക്കാനായി ഹോംസിനെ അവരുടെ കടയിലെ ലെഡ്ജർ റെക്കോർഡ്സ് കാണിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാകുമല്ലോ ആരാണ് അയാൾക്ക് വിറ്റതെന്നും എവിടെ നിന്നാണ് വിറ്റതെന്നും ഒക്കെ. അത് തന്നെയായിരുന്നു ഹോംസിന് വേണ്ടതും. നേരിട്ട് ചോദിച്ചാൽ ഇയാൾ പറയില്ല എന്ന് മനസ്സിലാക്കിയ ഹോംസ് ഇങ്ങനെ ഒരു തന്ത്രം അവിടെ ഇട്ടതാണ്. ഇപ്പോൾ അയാൾ ആ ബുക്ക് കാണിക്കും, അതിൽ സെയിൽസ്മാൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണും. അങ്ങനെ ഹോംസിന് മനസ്സിലാക്കാൻ സാധിക്കും ആ താറാവിനെ ആരാണ് ഈ മനുഷ്യന് വിറ്റതെന്ന്. അങ്ങനെ അയാൾ ആ ബുക്ക് ഹോംസിനെ കാണിച്ചപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ആ താറാവിനെ അയാൾക്ക് വിറ്റ ആളുടെ പേര് മിസ്സിസ് ഓക്ക്ഷോട്ട്, ബ്രിക്സ്റ്റൺ റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും. അപ്പോൾ ഈ ബ്രിക്സ്റ്റൺ റോഡ് എന്ന് പറയുന്നത് ഒരു ടൗൺ ഏരിയയാണ്. ഇപ്പോൾ അയാളുടെ വാദം ജയിച്ചില്ലേ? അയാളെ സംബന്ധിച്ച് ഹോംസ് അയാളോട് ബെറ്റ് വെച്ച് വാദിക്കുകയായിരുന്നു. പക്ഷെ ഹോംസിനെ സംബന്ധിച്ച് ഒരു വലിയ തെളിവ് ഇവിടെ ലഭിക്കുകയായിരുന്നു. ഹോംസ് ആവട്ടെ ആ പേജ് സൂക്ഷ്മമായി നോക്കി, എല്ലാ അഡ്രസ്സും പേരുകളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി. മിസ്സിസ് ഓക്ക്ഷോട്ട് ബ്രിക്സ്റ്റൺ റോഡിലുള്ള എഗ് ആൻഡ് പൗൾട്രി സപ്ലയർ ആണ്. ഡിസംബർ 22-ന് 24 താറാവുകളെ ആ സ്ത്രീ ഇവർക്ക് വിറ്റതായിട്ട് പറയുന്നുണ്ട്. അതിൽ 12 എണ്ണമാണ് ആൽഫൈൻ ഹോട്ടലിലുള്ള മിസ്റ്റർ വിൻഡിഗേറ്റിന് ഇവർ വിറ്റതും. എന്നിട്ട് ബെറ്റ് ജയിച്ച ആ സന്തോഷത്തോടെ ഇയാൾ ഹോംസിനോട് ചോദിക്കുന്നു, ഇപ്പം നിങ്ങൾ എന്ത് പറയുന്നു? ഇനി ബെറ്റ് വെച്ച ആ തുക ഇങ്ങ് തന്നേക്ക്. ഹോംസ് ആവട്ടെ ബെറ്റ് തോറ്റ ആ ഒരു വിഷമമൊക്കെ മുഖത്ത് വരുത്തിക്കൊണ്ട് ആ പറഞ്ഞ തുക അയാളുടെ നേരെ വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ട് തിരിച്ചു നടക്കുകയാണ്. വാട്സണുമായി ഹോംസ് തിരികെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ശരിക്കും ഒരടഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു. അവരങ്ങനെ തിരികെ നടന്നു പോകുമ്പോൾ ആ കടയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ആരോ 2 പേർ വഴക്കിടുന്ന പോലെയുള്ള ശബ്ദം. ഇവർ തിരിഞ്ഞു നോക്കിയപ്പോഴാകട്ടെ
ആ കട ഉടമ ആ കടയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളെ അടിക്കാനായി കൈ ഓങ്ങുന്ന രീതിയിലാണ് അവർ കണ്ടത്. ഇത് കേട്ട് അവരുടെ സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേൾക്കാനായി ഹോംസും വാട്സണും തീരുമാനിച്ചു. ആ സംഭാഷണത്തിൽ കട ഉടമ ആ നിൽക്കുന്ന മനുഷ്യനോട് പറയുന്നത് ഇങ്ങനെയാണ്, വളരെ ദേഷ്യത്തിൽ. നീയും നിന്റെ ഒരു താറാവും എന്തിനാണ് എന്നോട് എപ്പോഴും ഈ താറാവിൻ്റെ കാര്യം പറയുന്നത്? നിന്റെ കയ്യിൽ നിന്നാണോ ഞാൻ താറാവ് വാങ്ങിച്ചത്? അല്ലല്ലോ. നീ മിസ്സിസ് ഓക്സ്ഷോട്ടിനോട് വരാൻ പറ, അവരോട് ഞാൻ സംസാരിച്ചോളാം. നിന്റെ കയ്യിൽ താറാവ് ഞാൻ വാങ്ങിച്ചിട്ടുമില്ല, നിന്നോട് എനിക്ക് സംസാരിക്കാനുമില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ. ഇങ്ങനെയാണ് ആ സംഭാഷണം പോകുന്നത്. അപ്പോൾ ഒരു കരഞ്ഞ മുഖത്തോടു കൂടെ ആ നിൽക്കുന്ന മനുഷ്യൻ ഈ കടയുടമയോട് പറയുന്നുണ്ട്, പക്ഷേ ആ താറാവിൽ ഒരെണ്ണം എൻ്റെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പോൾ ആ മനുഷ്യൻ കടയുടമ പറയുന്നുണ്ട്, അത് നീ മിസ്സസ് ഓക്സ്ഷോട്ടിനോട് പോയി ചോദിക്കൂ, അവരെനിക്ക് വിറ്റത് ഞാൻ മറ്റാൾക്കാർക്ക് വിറ്റിരുന്നു. അപ്പോൾ ആ വന്ന ആൾ പറഞ്ഞു, മിസ്സിസ് ഓക്സ്ഷോട്ട് തന്നെയാണ് എന്നോട് നിങ്ങളോട് അന്വേഷിക്കാനായി പറഞ്ഞു വിട്ടത്. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, എന്തായാലും എനിക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല, നിന്റെ ഒരു താറാവിൻ്റെ കാര്യവും എനിക്കറിയത്തില്ല, ഇത്രയും വേഗം ഇവിടെ നിന്ന് പൊക്കോളൂ. ഇത് കേട്ട് ആ മനുഷ്യൻ വിഷമിച്ച് തിരികെ നടക്കുന്നു. ഇത് കണ്ട ഹോംസിന് ഒരാശയം തോന്നി. ഹോംസ് വാട്സണോട് പറഞ്ഞു, നമുക്കേതായാലും ഇനി ഇയാൾക്ക് താറാവിനെ വിറ്റ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോകണ്ട, ഈ വന്നു പോയ മനുഷ്യനോട് പോയി ചോദിച്ചാൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാകും, വരും എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് ഹോംസും വാട്സണും എത്തുകയാണ്. അവിടെ ചെന്ന് ആ മനുഷ്യൻ്റെ തോളിൽ തട്ടി അയാളെ വിളിച്ചു. എന്നിട്ട് ഹോംസ് അയാളോട് പറഞ്ഞു, നിങ്ങൾ ആ കടക്കാരനുമായി സംസാരിക്കുന്നത് ഞാൻ ചെറുതായി ഒന്ന് കേട്ടിരുന്നു. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങളെ എനിക്ക് സഹായിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് ആ മനുഷ്യൻ ചോദിച്ചു, അതിന് നിങ്ങളാരാ? ഇതുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? നിങ്ങളെന്തിനെ സഹായിക്കണം? ഇത് കേട്ട് ഹോംസ് മറുപടി പറഞ്ഞു, എൻ്റെ പേര് ഷെർലക് ഹോംസ്. സാധാരണ ആൾക്കാർക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ കാര്യത്തിലും എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞേക്കും. ഇത് കേട്ട മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് പലതും അറിയായിരിക്കും, പക്ഷേ ഈ കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഹോംസ് പറഞ്ഞു, എന്നാൽ നിനക്ക് തെറ്റി, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ബ്രിക്സ്റ്റൺ റോഡിലുള്ള മിസ്സിസ് ഓക്സ്ഷോട്ട്, ആ നിൽക്കുന്ന സെയിൽസ്മാനായ ബ്രെക്കൻറിഡ്ജിന് വിറ്റ ഒരു താറാവ്, അയാളത് ആൽഫൈൻ ഹോട്ടലിലുള്ള മിസ്റ്റർ വിൻഡിഗേറ്റിന് വിൽക്കുന്നു. അയാളാണെങ്കിലോ അയാളുടെ ഗൂസ് ക്ലബ്ബ് വഴിയായിട്ട് മിസ്റ്റർ ഹെൻറി ബേക്കറിനെ വിൽക്കുന്നു. ആ താറാവിനെ അന്വേഷിച്ചല്ലേ നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? ഇത് കേട്ട അയാൾ അത്ഭുതപ്പെട്ടു. അയാൾക്കറിയില്ലല്ലോ ഹോംസ് നേരത്തെ ഒളിച്ചു നിന്നവരുടെ സംഭാഷണം കേട്ടതാണെന്ന്. ആ മനുഷ്യൻ ഷെർലക് ഹോംസിനോട് പറയുകയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും അതിനെ കിട്ടിയേ മതിയാകൂ. ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുമുണ്ട്. അപ്പോൾ ഹോംസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വഴിയിൽ നിന്ന് സംസാരിക്കാതെ മറ്റെവിടെയെങ്കിലും മാറി നിന്ന് സംസാരിച്ചാലോ? പക്ഷേ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പേരെന്താണെന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിനയാൾ മറുപടി പറയുന്നു, എൻ്റെ പേര് ജോൺ റോബിൻസൺ എന്നാണ്. അത് കേട്ട് ഹോംസ് പറഞ്ഞു, അതല്ല, നിങ്ങളുടെ യഥാർത്ഥ പേര് പറ. ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ നടത്തുന്ന ആൾക്കാർക്ക് എപ്പോഴും മറ്റൊരു പേര് കാണുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ആ പേരാണ് ഇപ്പം എന്നോട് പറഞ്ഞത്. നിങ്ങളുടെ യഥാർത്ഥ പേര് എന്നോട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയുകയാണ്, എൻ്റെ പേര് ജെയിംസ് റൈഡർ. ഈ ജെയിംസ് റൈഡർ ആരാണെന്ന് മനസ്സിലായോ? നമ്മൾ നേരത്തെ ഇയാളുടെ പേര് പത്രവാർത്തയിൽ കണ്ടതാണ്. ആ പ്രഭുവിയുടെ നീലമാണിക്യം കാണാതെ പോയ ആ സമയത്ത് അത് കാണാതായി എന്നും പറഞ്ഞ് ഉച്ചത്തിൽ ബഹളം വെച്ച ആളെ കൂട്ടി പോലീസിന് മൊഴി കൊടുത്ത അതേ വ്യക്തി. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഹോണർ എന്ന ആ അയ്യപ്പണിക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഹോംസിനും പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഹോട്ടൽ കോസ്മോപൊളിറ്റനിലെ ആ വർക്കർ തന്നെയാണ്. അങ്ങനെ അവർ ഒരു ക്യാബ് വിളിച്ച് ഹോംസിന്റെ ബേക്കർ സ്ട്രീറ്റിലുള്ള വീട്ടിലേക്ക് ഇയാളെയും കൂട്ടി പോവുകയാണ്. അവിടെ എത്തിയ ശേഷം അവർ സംസാരിക്കാനായി ആരംഭിച്ചു. ഹോംസ് ഇയാളോട് ചോദിച്ചു, ഇനി പറയൂ, എന്താണ് നിങ്ങളുടെ ആ താറാവുമായി സംബന്ധിച്ച വിഷയം? അതിന് ഇയാൾ വളരെ കരഞ്ഞ് വിഷമത്തോടെയുള്ള മുഖത്തോടെ പറയുകയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ താറാവിനെ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നോക്കി വെച്ചതാണ് അതിനെ വാങ്ങാനായിട്ട്. അതെങ്ങോട്ടാണ് പോയതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ദയവ് ചെയ്ത് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ ഹോംസ് പറഞ്ഞു, ആ താറാവ് ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നു. അതിനയാൾ അത്ഭുതത്തോട് ചോദിച്ചു, ഇവിടെയോ? അപ്പോൾ ഹോംസ് പറഞ്ഞു, അതെ, അതിവിടെ ഉണ്ടായിരുന്നു. വളരെ അത്ഭുതവാനായൊരു പക്ഷിയാണ് കേട്ടോ അത്. നിനക്ക് ആ പക്ഷിയിൽ ഇത്ര ഇൻട്രസ്റ്റ് ഉള്ളതിനെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതൊരു സാധാരണ പക്ഷിയല്ലല്ലോ. മരിച്ച ശേഷം ആ താറാവ് ഒരു മുട്ടയിട്ടു. സാധാരണ മുട്ടയല്ല,
തിളങ്ങുന്ന നീല നിറത്തിലുള്ള ഒരു മുട്ട. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു മുട്ട കണ്ടിട്ടില്ല. അത് ഞാൻ എൻ്റെ ഇവിടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് കേട്ട് എതിർവശത്തിരിക്കുന്ന ആ മനുഷ്യൻ ചെറിയൊരു പരുങ്ങൽ അയാളുടെ മുഖത്ത് കാണിച്ചു തുടങ്ങി. ഹോംസ് ആവട്ടെ പതിയെ പോയി ആ മാണിക്യം വെച്ചിരിക്കുന്ന ബോക്സ് കൊണ്ടുവന്ന് അത് തുറന്ന് കാണിച്ചു. ഇപ്പോഴും നല്ല തിളക്കമുള്ള ഒരു നീല മാണിക്യം. റൈഡർ ആണെങ്കിലോ അതിൽ തന്നെ കണ്ണു ചിമ്മാതെ നോക്കിയിരിക്കുകയാണ്. ഇത് കണ്ട ഹോംസ് പറഞ്ഞു, നിന്റെ ഗെയിമൊക്കെ ഇവിടെ അവസാനിച്ചു റൈഡർ. ഇനി പറഞ്ഞോ, എന്താണ് ഇതിൻ്റെ പിന്നിലെ കഥ? കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ അത് അവിടെയും ഇവിടെയും തൊടാതെ നിൽക്കുന്ന കുറച്ച് കഥകളാണ്. അത് തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള ബാക്കി കഥകൾ മൊത്തം നീ പറഞ്ഞു തരണം. തുടങ്ങിക്കോ. ഇത് കേട്ട റൈഡർ പറഞ്ഞു, ആ മാണിക്യത്തെ പറ്റി എന്നോട് പറഞ്ഞത് മറ്റാരുമല്ല, കാതറിൻ കസാക്കാണ്. ഈ കാതറിൻ്റെ പേരും നമ്മൾ മുൻപേ കേട്ടതല്ലേ, ആ പത്രവാർത്തയിൽ തന്നെ. അതായത് ആ മോർക്കാർ പ്രഭുവിയുടെ വേലക്കാരിയാണ് ഈ കാതറിൻ. പത്രവാർത്തയിൽ പറയുന്ന പ്രകാരം റൈഡർ പോലീസിന് മൊഴി കൊടുത്തപ്പോൾ അതിനെ അനുകൂലിച്ച് മൊഴി കൊടുത്ത വ്യക്തിയാണ് ഈ കാതറിൻ. അവരാണ് ഈ മാണിക്യത്തെ പറ്റി തന്നോട് പറഞ്ഞത് എന്നാണ് റൈഡർ ഇപ്പോൾ ഹോംസിനോട് പറയുന്നത്. ഇത് കേട്ട ഹോംസ് പറഞ്ഞു, അത് ശരി, ഈ ഒരു മാണിക്യം വിറ്റാലുണ്ടാകുന്ന പണത്തെ ഓർത്ത് രണ്ടുപേരും അത്യഗ്രഹികളായി മാറിയല്ലേ? നിന്നെ കണ്ടാൽ നീ എന്തൊരു മാന്യനാണ്. ഇങ്ങനെ ഒരു മുഖം കൂടി നിന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തിനായിരുന്നു വെറുതെ ആ പാവം മനുഷ്യനായ ഹോണറിനെ ഇരുമ്പടിക്കുള്ളിലാക്കിയത്? നീയും അവളും കൂടെ ചേർന്ന് തന്നെ ഇതെല്ലാം കട്ടുകൊണ്ട് പോയി എല്ലാം മാറ്റിവെച്ച ശേഷം എന്തിനായിരുന്നു ആ പാവം മനുഷ്യൻ്റെ തലയിൽ ഇതെല്ലാം ഇട്ടുകൊടുത്തത്? ഹോംസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ റൈഡറുടെ മനസ്സിൽ കുറ്റബോധം വല്ലാതെ അങ്ങ് നിറയുകയാണ്. അയാളാവട്ടെ ഹോംസിൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട്, എന്നോട് കുറച്ച് കരുണ കാണിക്കൂ, പോലീസിനെ വിളിക്കരുതേ, എന്നെ കോടതിയിൽ അയക്കരുതേ, എന്നോട് കരുണ കാണിക്കൂ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ നല്ല മനുഷ്യനായിരുന്നു കൊള്ളാം, എൻ്റെ പേരൻസിനെയെങ്കിലും ഓർക്കണം, അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കരയാൻ തുടങ്ങിയപ്പോൾ ഹോംസിന് ദേഷ്യം വന്നു. ഹോംസ് അപ്പോൾ ഇയാളുടെ ദേഷ്യത്തിൽ പറഞ്ഞു, മര്യാദയ്ക്ക് നീ കസേരയിൽ കയറി ഇരിക്കുന്നുണ്ടോ? നിന്റെ ഇങ്ങനെയുള്ള നാടകമൊന്നും എനിക്ക് കാണണ്ട. നീ അത്ര പാവമായിരുന്നെങ്കിൽ ഒരു പാവം മനുഷ്യനെ നീ ഒരിക്കലും ജയിലിലാക്കാൻ കൂട്ടി നിൽക്കില്ലായിരുന്നു. അപ്പോൾ റൈഡർ ഹോംസിനോട് പറഞ്ഞു, ശരിയാണ്, ഞാൻ അങ്ങനെ ചെയ്തു പോയി. അതിലിപ്പോൾ ഞാൻ ശരിക്കും പശ്ചാത്തപിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ പോലീസിന് കൊടുക്കരുത്, ഞാൻ ഈ രാജ്യം വിട്ടു പോയിക്കൊള്ളാം, ഞാൻ ഇനി ഒന്നിനും വരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹോംസ് പറഞ്ഞു, ശരി, അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. അതിനു മുമ്പേ ഒരു കാര്യം കൂടെ എനിക്കറിയണം. നീ കട്ടെടുത്ത ആ മാണിക്യം എങ്ങനെയാണ് ഒരു താറാവിൻ്റെ വയറ്റിൽ വന്നത്? അതും കൂടെ നീ ഒന്ന് പറ. അതിന് മറുപടിയായി റൈഡർ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ആരംഭിച്ചു. ആ മാണിക്യം ഇവൻ കട്ടെടുത്ത ശേഷം ഹോണർ പോലീസിന്റെ പിടിയിലായല്ലോ. അപ്പോൾ ഈ മാണിക്യം ഇവന്റെ കയ്യിലിരുന്നാൽ ഉറപ്പായിട്ടും പോലീസ് എങ്ങനെയെങ്കിലും തൻ്റെ അടുക്കലേക്കും എത്തും എന്നവൻ അറിയാം. ഇവൻ ആ ഹോട്ടലിലെ ജോലിക്കാരനാണല്ലോ. അവൻ്റെ റൂമിലും വന്ന് പോലീസ് അന്വേഷണം നടത്തുമെന്നും അറിയാം. അപ്പോൾ പോലീസ് ഒരിക്കലും കാണാത്ത എവിടെയെങ്കിലും ഈ മാണിക്യം കൊണ്ട് ഒളിപ്പിച്ചു വെക്കണമെന്ന് ഇവൻ ആലോചിക്കുന്ന സമയത്താണ് തൻ്റെ സഹോദരിയെ അവൻ ഓർമ്മ വന്നത്. അവൻ്റെ സഹോദരി മറ്റാരുമല്ല, ബ്രിക്സ്റ്റൺ റോഡിൽ താമസിക്കുന്ന മിസ്സിസ് ഓക്സ്ഷോട്ട്. നമ്മൾ ഈ പേര് മുൻപ് കേട്ടതാണല്ലോ. കവന്റ് ഗാർഡനിലെ സെയിൽസ്മാനായ ബ്രെക്കൻറിഡ്ജിന് ആ 2 ഡസൻ താറാവുകളെ വിറ്റത് ഈ മിസ്സിസ് ഓക്സ്ഷോട്ടാണ്. ആ സ്ത്രീയാണ് റൈഡറുടെ സഹോദരി. ഇവരുടെ അടുക്കലേക്ക് പോകാമെന്ന് റൈഡർ വിചാരിക്കുന്നു. അവിടെ ചെന്ന് അവൻ്റെ മുഖത്തെ പരുങ്ങൽ കണ്ട് അവൻ്റെ ചേച്ചി അവനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ. അവൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ വർക്ക് ചെയ്ത ഹോട്ടലിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് നീ കേട്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ്, മറ്റൊന്നും ഇല്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവനുള്ളിൽ ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് അവൻ പുറകുവശത്ത് ഒന്ന് പുക വലിച്ചിട്ട് വരാമെന്നോർത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ പുകയൊക്കെ വലിച്ചു നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു ഐഡിയ വന്നു. ഈ അടുത്ത കാലത്ത് ഒരു മോഷണക്കുറ്റത്തിന് ജയിലിൽ പോയിട്ട് പുറത്തിറങ്ങിയ ഒരു സുഹൃത്തുണ്ടവന്. ആ സുഹൃത്തിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അവൻ പറഞ്ഞു തന്നേക്കും ഇങ്ങനെയുള്ള മോഷണം മുതലൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷേ അവൻ്റെ അടുക്കൽ എത്തുന്നവരെ ഈ മാണിക്യം എങ്ങനെ സേഫായിട്ട് കൊണ്ടുപോകും? അങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോഴാണ് അവൻ്റെ ചേച്ചി വിൽക്കാനായി വളർത്തിക്കൊണ്ടിരുന്ന ആ താറാവുകളിൽ അവൻ്റെ കണ്ണ് പെടുന്നത്. അപ്പോഴാണ് അവൻ ഓർമ്മ വന്നത്, കുറച്ച് ദിവസം മുമ്പ് അവൻ ചേച്ചിയെ കണ്ടപ്പോൾ ആ സ്ത്രീ അവനോട് പറഞ്ഞിരുന്നു, നിനക്ക് വേണ്ടി ഒരു താറാവിനെ ഞാൻ പ്രത്യേകം പാകപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്, ക്രിസ്മസിന് നിനക്കതിന് ഞാൻ ഗിഫ്റ്റായിട്ട് തരാമെന്ന്.
അതുകൊണ്ട് തന്നെ അവനൊരു ഐഡിയ കാണിച്ചു. അതിൽ ഏറ്റവും തടിച്ചു കൊഴുത്ത ഒരു താറാവിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ വാ തുറന്ന് ആ മാണിക്യം അങ്ങോട്ട് കയറ്റി വിടുകയാണ്. ആ താറാവാണെങ്കിൽ അത് വിഴുങ്ങുകയും ചെയ്തു. വിഴുങ്ങി എന്ന് മാത്രമല്ല, അത് അവിടെ കിടന്ന് വെപ്രാളപ്പെട്ട് പുളയാൻ തുടങ്ങി. ഏത് താറാവിൻ്റെ ഉള്ളിലാണ് അവൻ ആ മാണിക്യം കടത്തിവിട്ടതെന്ന് മനസ്സിലാക്കാനായി അവൻ അടയാളവും നോക്കി വെച്ചിരുന്നു. ആ താറാവിൻ്റെ വാലിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കറുത്ത മാർക്കുണ്ട്. അതിന് നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കി അവൻ വെച്ചിട്ടുണ്ട്. ആ അടയാളം മതിയല്ലോ ഏത് താറാവാണ് തൻ്റെ മാണിക്യം വിഴുങ്ങിയതെന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ആ മാണിക്യം വിഴുങ്ങിയ താറാവ് അവിടെ കിടന്ന് പുളയുന്നത് കണ്ട് അവൻ്റെ ചേച്ചി ഓടി വരികയാണ്. ഇതെന്താണ് ഇതിന് പറ്റിയത്, ഈ താറാവ് എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതിന് റൈഡർ അവൻ്റെ ചേച്ചിയോട് മറുപടി പറഞ്ഞത്, അല്ല നീ എന്നോട് പറഞ്ഞിരുന്നല്ലോ ക്രിസ്മസിന് ഒരു താറാവിനെ എനിക്ക് സമ്മാനമായി തരാൻ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും തടിച്ചു കൊഴുത്ത താറാവെന്ന് ഞാനൊന്ന് നോക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, അത്രേ ഉള്ളോ, നിനക്ക് വേണ്ടിയുള്ള താറാവിനെ ഓൾറെഡി ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ദാ ആ കാണുന്ന ആ വലിയ താറാവാണ്. ഒന്ന് നിനക്കും ഒന്ന് ഞങ്ങൾക്കും, പിന്നെ ബാക്കിയുള്ള 2 ഡസൻ മാർക്കറ്റിലേക്കും. അങ്ങനെ എണ്ണി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇവൻ ചേച്ചിയോട് പറഞ്ഞത്, ഏതായാലും നീ എനിക്കൊരു താറാവിനെ തരികയല്ലേ, അങ്ങനെയെങ്കിൽ അതിനെ ഞാൻ ചൂസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരത്തെ ആ മാണിക്യം വിഴുങ്ങിപ്പിച്ച് ആ താറാവിനെ അവൻ കാണിച്ചു കൊടുക്കുകയാണ്. എനിക്ക് ഇതിനെ മതിയെന്ന് പറഞ്ഞുകൊണ്ട്. അതിന് അവൻ്റെ ചേച്ചി മറുപടി പറഞ്ഞു, നിനക്ക് ശരിക്കും ഇത് തന്നെ മതിയോ? കാരണം ഞങ്ങൾ നിനക്ക് വേണ്ടി എടുത്തു വെച്ചതിന് 3 പൗണ്ടും കൂടെ തൂക്കം കൂടുതലുണ്ട്. അതിനിവൻ പറഞ്ഞു, അത് സാരമില്ല, എനിക്കിത് മതി, ഞാൻ അതിനെ കൊണ്ടുപോയിക്കോളാമെന്ന്. അങ്ങനെ അവൻ നോക്കി വെച്ച ആ താറാവിനെ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരതിനെ തന്നെ എടുത്ത് അവന് കൊടുക്കുന്നുമുണ്ട്. അവൻ അടയാളവും പറയുന്നുണ്ട്, ആ വാലിൽ ഒരു മാർക്കുള്ള ആ താറാവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരതിനെ കൈയോടെ എടുത്തിവന് കൊടുക്കുന്നുണ്ട്. അവനങ്ങനെ ആ മാണിക്യം സേഫായിട്ട് താറാവിൻ്റെ ഉള്ളിലാക്കി തൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ പോയി അതിൻ്റെ വയറിനെ തുറന്നപ്പോഴാകട്ടെ ഇവർ ഞെട്ടിപ്പോവുകയാണ്. ആ താറാവിൻ്റെ ഉള്ളിൽ മാണിക്യം ഇല്ല. റൈഡറിനും കൂട്ടുകാരനും ആകപ്പാടെ അങ്കലപ്പായി. റൈഡറിന് നല്ല ഉറപ്പാണ് അവൻ മാണിക്യം താറാവിൻ്റെ ഉള്ളിൽ ആക്കിയെന്നുള്ളത്. അപ്പോഴാണ് അവന് മനസ്സിലായത് എങ്ങനെയോ അവന് താറാവിനെ മാറിപ്പോയിട്ടുണ്ട്. അവൻ നിന്ന പാടെ അവൻ്റെ ചേച്ചിയുടെ അടുക്കിലേക്ക് വീണ്ടും ഓടിപ്പോവുകയാണ്. അവിടെ പോയിട്ട് ആ ചേച്ചി താറാവിനെ വളർത്തിയിരുന്ന ആ ഒരു ഏരിയ മുഴുവൻ തപ്പുകയാണ്. അവിടെ ആണെങ്കിലോ താറാവിൻ്റെ ഒരു പൊടി പോലുമില്ല. എല്ലാ താറാവിനെയും അവൻ്റെ ചേച്ചി ഓൾറെഡി വിറ്റ് കഴിഞ്ഞു. അവരിവനോട് ഓൾറെഡി പറഞ്ഞിരുന്നതാണല്ലോ ഇവർക്കുള്ള താറാവിനെ മാറ്റിയാൽ ബാക്കി മുഴുവൻ വിൽക്കാൻ പോവുകയാണെന്ന്. ഇവൻ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് താറാവിനെയൊക്കെ എങ്ങോട്ടാണ് വിറ്റതെന്ന്. അവർ പറഞ്ഞു കോവൻറ്റ് ഗാർഡനിലുള്ള ബ്രെക്കൻറിഡ്ജിനാണ് വിറ്റതെന്ന്. ഈ ബ്രെക്കൻറിഡ്ജിൻ്റെ അടുത്ത് പോയായിരുന്നു കേട്ടോ ഇവൻ ആദ്യം വഴക്കുണ്ടാക്കിയതും ഹോംസും വാട്സണും അവനെ കണ്ടതുമൊക്കെ. അപ്പോൾ അയാൾക്കാണ് വിറ്റതെന്ന് അവൻ്റെ ചേച്ചി പറയുന്നുണ്ട്. ഇവൻ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, ആ വാലിൽ മാർക്കുണ്ടായിരുന്ന താറാവ് 2 എണ്ണം ഉണ്ടായിരുന്നോ, എടുത്തതുപോലെ തന്നെ കാണാനുള്ള മറ്റൊരെണ്ണവും ഉണ്ടായിരുന്നോ എന്ന്. അപ്പോൾ അവൻ്റെ ചേച്ചി പറഞ്ഞു, ഉണ്ടായിരുന്നു, 2 എണ്ണം ഉണ്ടായിരുന്നു, ആർക്കും അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് പറഞ്ഞപ്പോഴാണ് റൈഡർക്ക് മനസ്സിലായത് താൻ ഏത് താറാവിൻ്റെ ഉള്ളിലാണോ മാണിക്യം കടത്തിവിട്ടത് അതിനെ അല്ല താൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന്. കാരണം ഒരേപോലത്തെ 2 എണ്ണം ഉണ്ടായിരുന്നു, അവന് മാറിപ്പോയി. അങ്ങനെയാണ് തൻ്റെ താറാവിനെ തിരികെ ചോദിക്കാനായി അവൻ ബ്രെക്കൻറിഡ്ജിൻ്റെ അടുക്കിലേക്ക് എത്തുന്നത്. എന്നാൽ ബാക്കിയൊക്കെ നമുക്കറിയാമല്ലോ, അവൻ വൈകിപ്പോയിരുന്നു, അയാളത് ഓൾറെഡി വിറ്റുപോയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ ഹോംസിനോട് കഥ പറഞ്ഞതാണല്ലോ, എങ്ങനെയാണ് മാണിക്യം താറാവിൻ്റെ ഉള്ളിൽ വന്നതെന്ന്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ കരഞ്ഞു കരഞ്ഞ് ഹോംസിനോട് പറയുകയാണ്, എന്നെ രക്ഷിക്കണം, നിങ്ങളെന്നെ പോലീസിൻ്റെ അടുത്ത് കൊടുക്കരുത്, ഞാൻ ഒരിക്കലും ഇനി ഇങ്ങനെ ചെയ്യില്ല, എനിക്ക് അങ്ങനെ പറ്റിപ്പോയതാണെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇത് കേട്ട് കുറച്ചു നേരം നിശബ്ദനായിരുന്ന ഹോംസ് ഓടിപ്പോയി അയാളുടെ റൂമിൻ്റെ വാതിൽ തുറന്നിട്ട് റൈഡറോട് പറയുകയാണ്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. അപ്പോൾ അയാൾക്ക് അത്ഭുതമായി, ഇറങ്ങിപ്പോകാനോ, അയാളൊരു ക്രിമിനലാണല്ലോ ഏതായാലും. പക്ഷെ പെട്ടെന്ന് ഹോംസ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നി. എന്നാലും അയാൾ പറഞ്ഞു, വളരെ സന്തോഷമുണ്ട് സാർ, വളരെ സന്തോഷമുണ്ട്, ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോളാം എന്നൊക്കെ അയാൾ പറഞ്ഞപ്പോൾ ഹോംസ് പറഞ്ഞു, ഇനി നിൻ്റെ വായിൽ നിന്ന് ഒരു വാക്കും എനിക്ക് കേൾക്കണ്ട, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനേ ഞാൻ പറഞ്ഞുള്ളൂ, നീ ഇവിടെ നിന്ന് പൊക്കോളാനായിട്ട് അയാളോട് ഹോംസ് പറയുകയാണ്. അങ്ങനെ റൈഡർ തിരിഞ്ഞു പോലും നോക്കാതെ നേരെ അങ്ങ് ഓടി മറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്സൺ ചോദിക്കുന്നുമുണ്ട് എന്തുകൊണ്ട് അവനെ വെറുതെ വിട്ടുവെന്ന്. അതിന് മറുപടിയായി ഹോംസ് പറയുന്നത്, കുറ്റവാളിയെ പിടിക്കുക എന്ന് പറയുന്നത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്,
അവർക്ക് പകരമായി അവരെന്നെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ ഇവന്റെ മൊഴി കാരണം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഹോണർ. ഏതായാലും ഇനി കോടതിയിൽ അവനെതിരായി സാക്ഷി പറയാൻ ഇവൻ പോവില്ല. ഇവന്റെ വർത്താനം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവന് അറിയാതെ പറ്റിപ്പോയ ഒരബദ്ധമാണ്. ഇനി ഒരിക്കലും അവനത് ചെയ്യുകയുമില്ല. അവൻ യഥാർത്ഥ പശ്ചാത്താപത്തോടെ തന്നെയാണ് ഇവിടുന്ന് പോയത്. നല്ല പേടിച്ചിട്ടുണ്ട് അവൻ. ഏതായാലും ഇനിയിപ്പോൾ അവനെ ജയിലിലേക്ക് വിട്ടാലും അവൻ്റെ ജീവിതം നമ്മൾ വെറുതെ നശിപ്പിക്കുകയായിരിക്കും. ഇപ്പോൾ അവന് മാനസാന്തരപ്പെടാൻ ഒരവസരം കൊടുക്കുന്നതല്ലേ നല്ലത്. പിന്നെ ഇത് ക്രിസ്മസിൻ്റെ കാലമാണല്ലോ, നമുക്കവനോട് ക്ഷമിച്ചേക്കാം. ഹോംസ് ഇത്രയും പറയുമ്പോഴേക്കും ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ഈ കഥ മുൻപ് കേട്ടിട്ടുണ്ടാവും. ഏത് ക്ലാസ്സിലാണെന്ന് ഓർക്കുന്നില്ല, പക്ഷെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ഈ കഥ ഒരു ചാപ്റ്ററായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് ഒരു പക്ഷി കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ഒരു ക്രൈം സ്റ്റോറി ഞാൻ കേൾക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണോ? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണേ. വീണ്ടും ഒരു പുതിയ കഥയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. Until then, bye from Spoken Volumes.